രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പ്രതികരണം വരുന്നു. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും. സത്യം ജയിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. രാഹുലിന്റെ പ്രതികരണം ലഭ്യമായില്ല. പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് രാഹുലിന്റെ പ്രതികരണം വരുന്നത്. ഇത്രകാലം എവിടെ പരാതി? ആരാണ് നേരിട്ട് പരാതി പറയുന്നത്? ആരാണ് പരാതി കൊടുക്കാനുള്ളത്? ആർക്കാണ് പരാതി ഉള്ളത്? ഹൂ കെയർസ് എന്ന് ചോദിച്ച രാഹുലിന് മുന്നിലേക്കാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് യുവതി പരാതി നൽകിയത്. ഇപ്പോൾ പരാതിയായിരിക്കുന്നു, തുടർന്ന് നിയമ നടപടികളിലേക്ക് പോകും എന്നത് ഉറപ്പാണ്. കേസായിരിക്കുന്നു, മൊഴി നൽകാൻ ഒരു പരാതിക്കാരി ഉണ്ടായിരിക്കുന്നു. നേരിട്ടുള്ള പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി ആ യുവതി കൈമാറിയിരിക്കുകയാണ്. ഇനി തുടർ നടപടികളിലേക്ക് അതിവേഗം സർക്കാരും ആഭ്യന്തര വകുപ്പും പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തുടർ പ്രതികരണങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നു. മുമ്പ് കെ മുരളീധരൻ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പാർട്ടി ആവശ്യമായാൽ ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിൽ അടുത്ത നടപടിയെപ്പറ്റി ആലോചിക്കും, നടപടികൾ ഉണ്ടാകുമെന്ന് സൂചന നൽകുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലെ കെ സുധാകരൻ അടക്കമുള്ളവർ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രാഹുൽ വീണ്ടും സജീവമാകണമെന്ന് പറഞ്ഞു നിന്ന സമയത്താണ് ഈ പരാതി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഷഫീദ് റാവുത്തർ തുറന്നുണ്ട്. ഷഫീദ്, ഈ ഇത്ര കാലം രാഹുലിന്റെ പ്രതിരോധം, ആത്മവിശ്വാസമെല്ലാം എവിടെ പരാതി, ആർക്കാണ് പരാതി എന്നതായിരുന്നു. ആ പരാതി വന്നിരിക്കുന്നു. ഇതിനു മുമ്പും പലവട്ടം മാധ്യമങ്ങൾ ചോദിച്ചതാണ്, പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങൾ, ശബ്ദ സന്ദേശങ്ങൾ, ചാറ്റുകൾ അതൊന്നും നിഷേധിക്കാനോ അത് തൻ്റേതാണെന്നോ അത് തൻ്റേതല്ലെന്നോ പറയാൻ ഒരു ഘട്ടത്തിലും രാഹുൽ തയ്യാറായിട്ടില്ല. അതിനെയെല്ലാം പുച്ഛിച്ചു തള്ളിയതാണ്. പക്ഷേ ഇനി ഈ പരാതിയെ പക്ഷേ അങ്ങനെ പുച്ഛിച്ചു തള്ളാനാവില്ല. ഗോകുൽ, ഉറപ്പായിട്ടും. കാരണം ഇത്രയും കാലം ഈ വിവാദങ്ങളുടെ ഈ കഴിഞ്ഞ കാലമൊക്കെയും നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ശബ്ദരേഖ പുറത്തു വരുന്നുണ്ട്. മാത്രവുമല്ല, കൊച്ചിയിലെ ഒരു പ്രമുഖ നടി അതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഒരു ടെലിവിഷൻ ചാനൽ ഉന്നയിച്ച് തുടങ്ങുന്നത് മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെയുള്ള ലൈംഗിക വിവാദം തുടങ്ങുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ആ പെൺകുട്ടി, അതായത് ആദ്യം ഇക്കാര്യത്തിൽ ആരോപണം തുറന്നു പറഞ്ഞ പെൺകുട്ടി പിന്നീട് പരാതിയുമായിട്ടോ നിയമപരമായിട്ടുള്ള നടപടികളിലേക്കോ നീങ്ങിയില്ല. എന്നാൽ അതിനു പിന്നാലെ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ, ചില ശബ്ദരേഖയുടെ രൂപത്തിൽ, ചില ചാറ്റുകളുടെ രൂപത്തിലൊക്കെ പുറത്തേക്ക് വന്നു. അതോടുകൂടിയാണ് രാഹുൽ പൂർണ്ണമായും പ്രതിരോധത്തിലായത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് ഒരു പ്രതിരോധ തന്ത്രമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ പറഞ്ഞത് അദ്ദേഹം ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, മാത്രവുമല്ല തെറ്റ് ചെയ്തില്ല എന്നൊക്കെ ഉറപ്പുണ്ട് എന്നൊക്കെയായിരുന്നു ആദ്യം മുതൽ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ശബ്ദരേഖ രാഹുലിന്റേതാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആണെന്നോ അല്ലെന്നോ മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹം പല ഘട്ടങ്ങളിലും ഒഴിഞ്ഞു മാറുകയായിരുന്നു. കൂടാതെ മറ്റു പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളെ അദ്ദേഹം വിമർശിക്കാനൊക്കെ നടത്തുന്ന ചില നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അന്നും കോൺഗ്രസ് നേതാക്കളാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ചോദിച്ച ചോദ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പരാതിയുണ്ടോ, രണ്ട്, ഈ കേസന്വേഷണം സർക്കാരിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ട എന്നൊക്കെയാണ് ഈ കോൺഗ്രസ് നേതാക്കളും രാഹുലും ഒക്കെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട കേസന്വേഷണം എവിടെ വരെയായി? മൂന്നാമത്തേത്, ആരാണ് പരാതിക്കാരിക്ക് മുഖമുണ്ടോ? ഇതൊക്കെയായിരുന്നു. അങ്ങനെ ആരെങ്കിലും പരാതിയുമായി രംഗത്തെത്തിയോ എന്നൊക്കെയായിരുന്നു രാഹുലിന്റെ ചോദ്യം. എന്നാൽ അല്പസമയം മുൻപ്, ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് 8 മിനിറ്റോളം സമയം മുഖ്യമന്ത്രിയോട് നേരിൽ പരാതി പറയുകയും ശേഷം സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള പരാതി അത് ഈ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തതോടെ ഇതുവരെ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസും ഉയർത്തിയിട്ടുള്ള പ്രതിരോധത്തിന്റെ കോട്ട തകർന്നു വീഴുകയാണ്. മാത്രവുമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഒരു വിഷയമായി കൂടി മാറുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏറ്റവും ഒടുവിലും രാഹുൽ മാങ്കൂട്ടത്തിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ, അതല്ലെങ്കിൽ അന്വേഷണത്തിന് തുടരുന്ന ഘട്ടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊന്നും ചെയ്യാനില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് കോടതിയിൽ ഇതൊക്കെ ചലഞ്ച് ചെയ്യാം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സാധ്യതയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെയല്ല. ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതിയിലെ ഗ്രാവിറ്റി അത് വളരെ ശ്രദ്ധേയമായി മാറുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോഴും പറയുന്നത് സത്യം ജയിക്കും എന്നുള്ളത് തന്നെയാണ്. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും. അത് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പാലക്കാട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണത്തിന്റെ ഒരു ആവർത്തനം എന്ന് മാത്രമേ നമുക്കതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഗ്രൗണ്ട് ദ റൂട്ട് എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഈ ഓഡിയോ അല്ലെങ്കിൽ ഈ ശബ്ദരേഖയുടെ ഉടമ താനാണ് എന്ന് പറയാൻ അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന ധാർമ്മികതയുടെ ഏതെങ്കിലും ഒരു തലത്തിൽ തങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു, പിന്നീട് ആ റിലേഷൻഷിപ്പ് പൊളിഞ്ഞുപോയി എന്നൊക്കെ പറയാൻ തരത്തിലേക്കുള്ള ധാർമ്മികത അദ്ദേഹം എന്തേ കാണിക്കുന്നില്ല എന്ന് രാഷ്ട്രീയ നേതാക്കളും അതേപോലെ തന്നെ മറ്റു ചിലരുമൊക്കെ ചോദിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ഈ വിഷയം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഔദ്യോഗിക പരാതിയായി എത്തി നിൽക്കുന്നു. പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ട പെൺകുട്ടിയും മുഖ്യമന്ത്രിയും സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങി 20-ാം മിനിറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത് സംസ്ഥാനത്തിന്റെ ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കിടേഷാണ്. നിലവിൽ ഇപ്പോൾ ഈ ലൈംഗികാരോപണ വിവാദം അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച്
ക്രൈംബ്രാഞ്ച് SP ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.